ഇന്റർപ്രിട്ടേഷൻ ഓഫ് റാങ്ക് തിയറം ഫോർ മെട്രിസസ്. അപ്പോൾ റാങ്ക് തിയറം നമ്മൾ ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് മെട്രിസസിനകത്ത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. റാങ്ക് തിയറത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിൻ്റെ റാങ്ക് സെയിം ആണെങ്കിൽ അത് രണ്ടും ഇക്വലൻ്റ് ആയിരിക്കും എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇക്വലൻ്റ് എന്താണെന്ന് ഞാൻ ഡെഫിനിഷൻ ഒന്നുകൂടെ പറയാം. എയും എമ്മും രണ്ട് ഇക്വലൻ്റ് മെട്രിസസ് ആണ്. അതിനെ ഇക്വലൻ്റ് വിളിക്കണമെങ്കിൽ ദെയർ എക്സിസ്റ്റ് ഇൻവേർട്ടിബിൾ മെട്രിസസ് സച്ച് ദാറ്റ് പി ആൻഡ് ക്യൂ സച്ച് ദാറ്റ് എം ഈസ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എ പി എന്ന് എഴുതാൻ സാധിക്കുവാണെങ്കിൽ എയും എമ്മും നമ്മൾ ഇക്വലൻ്റ് ആണെന്ന് പറയും. ഫോർ എം ഈസ് ഈക്വൽ ടു എന്നിന് ഇത് രണ്ടും എം ഈസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ നമുക്ക് എം ഈസ് ഈക്വൽ ടു പി ഇൻവേഴ്സ് എ പി എന്ന് പറയുന്ന ഒറ്റ പി കിട്ടിയാൽ മതി. എമ്മും അത് രണ്ട് എമ്മും എന്നും എന്താ പറയുക സെയിം ആവുകയാണെങ്കിൽ നമുക്ക് ഈ ക്യൂ ഇൻവേഴ്സിൻ്റെ സ്ഥാനത്ത് പി തന്നെ മതി. കാരണം ഇത് എന്താ പറയുക, നമുക്ക് പി ഇൻവേഴ്സ് എടുക്കുമ്പോഴും ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴേ ഇപ്പം എം ബൈ എൻ എം എന്ന് പറയുമ്പോൾ ക്യൂ എന്ന് പറയുന്ന മെട്രിക്സ് എം ബൈ എം ആയാലും അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പുറത്ത് ഈ പി എന്ന മെട്രിക്സ് എൻ ബൈ എൻ ആണെങ്കിൽ ഈ എയുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. നമുക്കറിയാമല്ലോ, രണ്ട് മെട്രിക്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റിലത്തെ കോളം രണ്ടാമത്തെ റോയും സെയിം ആയിരിക്കണം. അപ്പം രണ്ട് മെട്രിക്സ് സെയിം ആയാൽ മാത്രമേ നമുക്ക് പി ഇൻവേഴ്സ് എ പി ആ ഒരു ഫോമിൽ വന്നാൽ മതി. എം ഇസിക്കൽ എൻ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ. പിന്നെ റാങ്ക് തിയറത്തിനകത്ത് പറയുന്നത് റാങ്ക് ഓഫ് രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഈക്വൽ ആണെങ്കിൽ ദെയർ എക്സിസ്റ്റ് ഐസോമോർഫിസംസ് സച്ച് ദാറ്റ് ടി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻവേഴ്സ് എസ് പി. ഓക്കെ, അതാണ് നമ്മുടെ റാങ്ക് തിയറം പറയുന്നത്. ഇനി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് റാങ്ക് തിയറം ഫോർ മെട്രിസസ് എന്താണെന്ന് നോക്കാം. എയും എമ്മും രണ്ട് മെട്രിസസ് നമുക്കുണ്ട്, എം ബൈ എൻ മെട്രിസസ് ഉണ്ട്. ദെൻ ബോത്ത് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഫ്രം എഫ് റൈസ് ടു എൻ ബൈ വൺ ടു എഫ് റൈസ് ടു എം ബൈ വൺ ഈക്വലൻ്റ് എന്ന് പറയണമെങ്കിൽ ദെൻ ദെയർ റാങ്ക്സ് ആർ ഈക്വൽ. രണ്ട് ലീനിയർ ട്രാൻസ്ഫോർമേഷൻസ് ഈക്വലൻ്റ് ആകുവാണെങ്കിൽ അവരുടെ റാങ്ക് ഈക്വൽ ആവും എന്നാണല്ലോ ആ തിയറത്തിൽ നമുക്ക് കിട്ടിയത്. കോൺവേഴ്സിലി റാങ്ക് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എം ഇസിക്കൽ ക്യൂ ഇൻവേഴ്സ് എ പി എന്ന് കിട്ടും. അപ്പോൾ രണ്ട് മെട്രിസസ് ഓഫ് ദി സെയിം സൈസ് ആർ ഇക്വലൻ്റ് ആണെങ്കിൽ അതിന് സെയിം റാങ്ക് ആണെന്നല്ലേ എൻ്റെ അർത്ഥം. സെയിം റാങ്ക് ഇംപ്ലൈസ് ഇക്വലൻ്റ് എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. സെയിം റാങ്ക് ഇംപ്ലൈസ് ക്യൂ ഇൻവേഴ്സ് എസ് പി ഈക്വൽ ടു ടി. അതാണ് ഇക്വലൻറ്റിൻ്റെ കണ്ടീഷനാണ് ഈ ക്യൂ ഇൻവേഴ്സ് എസ് പി ഈക്വൽ ടു ടി. അത് മെട്രിക്സ് ആയിട്ട് വരുന്നതേ ഉള്ളൂ. ഇനി ഇനി എന്താ താഴോട്ട് വരുമ്പോൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റാങ്ക് ആറുള്ള ഒരു മെട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് E1 E2 വെച്ചിട്ട് ER എന്താണെന്ന് അറിയില്ല. E1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി 1, ബാക്കിയെല്ലാം 0. ഇത് എഫ് റൈസ് ടു എൻ ബൈ വണ്ണിനകത്തിലാണ് പറയുന്നത്. ER എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എൻട്രി മുതൽ ER മാത്രം, അതായത് 4th പൊസിഷനിൽ 1ഉം ബാക്കി എല്ലാ 0യും വരുന്നതാണ് ER. അപ്പം നമ്മുടെ ഒരു 6 റാങ്കുള്ള മെട്രിക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഫസ്റ്റ് 6 കോളംസ് ഉണ്ടല്ലോ, അതിനകത്ത് E1 E2 വെച്ചിട്ട് ER എടുത്ത് വെക്കണം ഫസ്റ്റ് 6, എന്നിട്ട് ബാക്കിയുള്ള ഫുള്ളും 0 ആക്കണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ER എന്ന് പറയുന്ന മെട്രിക്സ് ER എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത് കേട്ടോ. ഈ പറഞ്ഞ 6 റാങ്കുള്ള മെട്രിക്സ് E1 E2 വെച്ചിട്ട് ER എടുത്തിട്ട് ഓരോരോ കോളമായിട്ട് വെക്കുക. ബാക്കിയെല്ലാം എന്താവും? 0. അപ്പം നോക്കിക്കുക എത്ര നോൺ സീറോ റോസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 നോൺ സീറോ റോസ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. ഇവിടെ എക്സാമ്പിൾ കാണിച്ചിട്ടില്ല, ഒരുപാട് എക്സാമ്പിൾ ആയതുകൊണ്ട് അതങ്ങ് ഒഴിവാക്കിയതാണ്. ഇനി റോ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദി വെക്ടർ സ്പേസ് സ്പാൻഡ് ബൈ ദി റോസ് ഓഫ് ദി മെട്രിക്സ്. റോസ് കൊണ്ട് സ്പാൻ ചെയ്യുന്ന സ്പേസിൻ്റെ ഡയമെൻഷനെയാണ് റോ റാങ്ക് എന്ന് വിളിക്കുന്നത്. റോ റാങ്ക് ഓഫ് എ മെട്രിക്സ് ഈസ് ദ ഡയമെൻഷൻ ഓഫ് ദി വെക്ടർ സ്പേസ് സ്പാൻഡ് ബൈ ദി റോസ് ഓഫ് ദി മെട്രിക്സ്. ഓക്കെ, അടുത്ത തിയറി നോക്കാം. 2.57. The row rank of each matrix is equal to its rank. Further, a square matrix and its transpose are equivalent. A എന്ന് പറയുന്ന ഒരു എം ബൈ എൻ മെട്രിക്സ് നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് പ്രൂവ് ചെയ്യണം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? റോ റാങ്ക് എന്ന് പറയുന്നത് ഈക്വൽ ടു ഇറ്റ്സ് റാങ്ക് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പിന്നെ ഫർദർ എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്പോസ് ആർ ഇക്വലൻറ്റ്, അതും പ്രൂവ് ചെയ്യണം. എ എന്ന് പറയുന്നൊരു മെട്രിക്സ് എടുത്തു, അതിൻ്റെ റാങ്ക് 6 ബൈ ദി റാങ്ക് തിയറം എ ഈസ് ഈക്വലൻ ടു ER.
കാരണം റാങ്ക് തിയറത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ പിന്നെ റാങ്ക് സെയിം ആണെങ്കിൽ ഇക്വലൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ERൻ്റെ റാങ്ക് എത്ര? 6 അപ്പം ERഉം റാങ്ക് 6 വരുന്ന ഏതൊരു മെട്രിക്സും ഇക്വലൻ്റ് ആണ്. അപ്പോൾ അപ്പോൾ ഇക്വലൻറ്റിൻ്റെ ഡെഫിനിഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിയും ക്യൂവും കിട്ടും. A = Q ഇൻവേഴ്സ് ERP. ദെൻ A ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? മൊത്തത്തിൽ ട്രാൻസ്പോസ് എടുത്തു കഴിഞ്ഞാൽ P ട്രാൻസ്പോസ് ഇൻറ്റു ER ട്രാൻസ്പോസ് ഇൻറ്റു Q ട്രാൻസ്പോസ് ദ ഹോൾ ഇൻവേഴ്സ്. എഗെയിൻ ബൈ റാങ്ക് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റോ റാങ്ക് ഓഫ് എ ഈക്വൽ ടു ഈ റാങ്ക് തിയറം റോ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു റോ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് ആണ്, ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ റാങ്കും റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ER സെയിം ആണ്. അപ്പോൾ അതിന് ER ട്രാൻസ്പോസ് എന്ന് കൊടുക്കുന്നു. ER ട്രാൻസ്പോസ് എടുത്താലും അല്ലെങ്കിൽ രണ്ടും റാങ്ക് 6 തന്നെയാണ്. റാങ്ക് ഓഫ് ER ഈക്വൽ ടു റാങ്ക് ഓഫ് എ. അപ്പോൾ റോ റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ എന്ന് കിട്ടി. M = N ആണെങ്കിൽ റാങ്ക് തിയറം ഇംപ്ലൈസ് ദാറ്റ് A ട്രാൻസ്പോസ് ആൻഡ് AR ആർ ഈക്വലൻറ്റ്. അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. M = N ആണെങ്കിൽ A ട്രാൻസ്പോസ് M/N മെട്രിക്സ് ആണല്ലോ. A ട്രാൻസ്പോസിൻ്റെ ARൻ്റെ റാങ്ക് അപ്പോൾ സെയിം ആയിരിക്കും. A ട്രാൻസ്പോസിൻ്റെ Aൻ്റെ റാങ്ക് സെയിം ആണെങ്കിൽ അത് രണ്ടും ഈക്വലൻ്റ് ആണ്.